ഹലോ എവരി വൺ. ഇനി നമ്മൾ ചെയ്യുന്നത് മട്ടൺ വറുത്തരച്ച നാടൻ മട്ടൺ കറിയാണ്. വറുത്തരച്ച മട്ടൺ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മട്ടൺ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇതിലേക്ക് ഇത്രയും വെളുത്തുള്ളി, പിന്നെ വലിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ച് ചേർത്തിട്ട് ഒരു 3 വിസിൽ വരെ മട്ടൺ നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. വറുത്തരച്ച മട്ടൺ കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവയൊക്കെയാണ്. സവോള ഞാനിവിടെ ഒരു 3 വലുതാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നീളത്തിൽ ചെറുതായി അരിഞ്ഞത്. 3 സവോള നന്നായിട്ട് നീളത്തിൽ ചെറുതായി അരിഞ്ഞത്. മീഡിയം സൈസ് സവോളയാണെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും വേണം. അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ തക്കാളി 2 എണ്ണം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 ചെറിയ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ 2 പച്ചമുളക്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഞാനിവിടെ തണുപ്പായതുകൊണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇത് കുറേ നാളിങ്ങനെ ഇരിക്കും. ഞാനിതിപ്പോൾ ഡിസംബറിൽ ഫ്രീസ് ചെയ്തതാണ്. ഇപ്പോൾ ഫെബ്രുവരി കഴിയുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ഞാൻ വറുത്തരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരണ്ടുമ്പോൾ ലാസ്റ്റ് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതുപോലെ കറുത്ത ബ്ലാക്ക് കളറിൽ വരുന്നതും തേങ്ങ ചിരട്ടയോട് ചേർന്ന് വരുന്ന ആ പോർഷൻ കുറച്ച് ബ്ലാക്ക് കളറിൽ വരുന്നത്, അതെല്ലാം ഒരു മാറ്റി വെക്കുവാണെങ്കിൽ, സെപ്പറേറ്റ് ഒരു ബൗളിൽ വെക്കുവാണെങ്കിൽ നമുക്കിതുപോലെ വറുത്തരയ്ക്കാനും പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനും ഒക്കെ ഇതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. വറുത്തരയ്ക്കാനൊക്കെ ഇത് ബെസ്റ്റാണ്. പിന്നെ ഞാനിവിടെ ഗരം മസാല ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുവാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകമാണ്. ഇതുപോലത്തെ വലിയ ജീരകമാണ് പെരിഞ്ജീരകം. പിന്നെ ഒരു കറുവാപ്പട്ട, ഞാനിത് നാടൻ കറുവാപ്പട്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ 2 തക്കോലം, ഒരു 1/2 ടേബിൾ സ്പൂണോളം, ഒരു 10-15 എണ്ണം ഉണ്ട് ഗ്രാമ്പൂ, കരയാമ്പൂ. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഫ്രഷായിട്ട് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഗരം മസാല പൊടിച്ചെടുക്കാം. ആ പാനിൽ തന്നെ നമുക്ക് ആദ്യം തേങ്ങ വറുത്ത് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് സവോള വഴറ്റി തക്കാളി ഇട്ട് മസാല ഇട്ട് മട്ടൺ റെഡിയാക്കി എടുക്കാം. മട്ടൺ ഇവിടെ ഒരു 3 വിസിലടിച്ച് കുക്കറിൽ നന്നായിട്ട് കുക്ക് ചെയ്തിരിപ്പുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ തന്നെ പോയി. ഇനി നമുക്കത് മട്ടൺ ഗ്രേവി ആക്കാം. ഗരം മസാല ഇപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, അതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അതിൻ്റെ ആ ഫ്രഷ്നെസ് നന്നായിട്ട് പുറത്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു പാനിൽ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ ഇട്ട് ചൂടാക്കുവാണ്. തേങ്ങയുടെ അരപ്പ് ചിരകിയെടുത്ത തേങ്ങ ഇട്ട് ചൂടാക്കുവാണ്. അത് നന്നായിട്ട് കരിഞ്ഞു പോകല്, നല്ല ബ്രൗൺ ഒരു കളർ ആവണം. എങ്കിലേ ഉള്ളൂ വറുത്ത മട്ടൻ കറിക്ക് നല്ല ഒരു ബ്രൗണിഷ് ഷെയ്ഡ് വരത്തുള്ളൂ. ഇനി നമുക്ക് ഗരം മസാല, ഈ ഹോൾ ഗരം മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. നല്ല താനി നാടൻ ടേസ്റ്റ് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. നമുക്ക് നോർമലി മട്ടൺ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഫാറ്റ് വരും. അത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലെയർ പോലെ അതിൽ ഉണ്ടാവും. നമുക്കത് ക്രീം പോലെ സ്പൂൺ വെച്ച് എടുക്കാൻ പറ്റും. അതിട്ടും നമുക്ക് ഇതുപോലെ ഗ്രേവി അല്ലെങ്കിൽ സവോള വഴറ്റിയെടുക്കാം. ഇപ്പോൾ എൻ്റെ മട്ടൺ അത് തണുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല.
ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ, ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വേഗം വഴറ്റിയെടുക്കണം. തേങ്ങ അവിടെ ഒരു ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ സമയമെടുക്കും അത് നന്നായിട്ട് ബ്രൗൺ ആവാൻ. ഇത് ഒരേ സമയം ചെയ്യുന്നതാണ് എളുപ്പം. നമുക്ക് സ്പീഡിൽ വേഗം കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. സവോള വഴണ്ടി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേഗം നമുക്കത് വഴറ്റിയെടുക്കാം. അതുപോലെ നമ്മൾ തേങ്ങ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്തത്. അത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പം സവോള ഈ ഒരു കണ്ടീഷനായി നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ഇതുപോലെ ആയിട്ടുണ്ട്. എല്ലാ പീസും ഒരേപോലെ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. നമ്മളത് കരിഞ്ഞു പോകാതെ നോക്കണം. ഫ്ലെയിം ചെറുതാക്കിയിട്ട് എല്ലായിടവും ഒരു ബ്രൗൺ ആക്കണം. പിന്നെ ഇതിൽ എണ്ണ കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആക്കണം സവോള. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് സവോളയുടെ കണ്ടീഷൻ. ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 2 തക്കാളി ചേർത്തു. പിന്നെ തേങ്ങ ഇതുപോലെ ആയി. ഞാനിപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ചെറുതായിട്ടൊന്ന് തണുക്കണം. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം. നമ്മളതിലേക്ക് സവോള തക്കാളി കൂട്ടിലേക്ക് മസാലകൾ കുറച്ചും കൂടെ ആഡ് ചെയ്യുകയാണ്. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഉണ്ട്. ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർക്കാം. മസാല എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ആഡ് ചെയ്യാം. മട്ടൺ ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ചെറുതായിട്ട് ഒന്നും കൂടെ ചൂടാക്കുവാണ്. മസാല എല്ലാം കൂടെ മട്ടണിൽ പിടിക്കും. ഗ്രേവി കുറച്ചും കൂടെ തിക്കാവും. നമുക്കത് വെയിറ്റ് ചെയ്യാം. തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും കൂടെ ചേർത്തായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. കുറച്ചും കൂടെ എരിവിൻ്റെയും ഉപ്പിൻ്റെയും കുറവ് തോന്നി മട്ടണിൽ. അതുകൊണ്ടാണ് മുളകും ഉപ്പും എക്സ്ട്രാ ചേർക്കുന്നത്. നമുക്ക് ആഡ് ചെയ്യാം. അരമണിക്കൂർ ലോ ഫ്ലെയിമിലിരുന്ന് അത് നന്നായിട്ട് ഒന്നുകൂടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ആ ചൂടിലിരുന്ന് തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് സെറ്റാവും.